നമ്മളിന്ന് ഇവിടെയാണ് നമ്മളിന്ന് മന്തി വയ്ക്കാൻ പോകുന്നത്. നമ്മുടെ കിച്ചണിലല്ല, ഇന്ന് സ്പെഷ്യൽ കുറേ ഉള്ളതുകൊണ്ട് നമ്മൾ ഇവിടെയാണ് വയ്ക്കാൻ പോകുന്നത്. നിരഞ്ജന ടീച്ചർ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, നിർദ്ദേശങ്ങൾ. ഇതൊന്നും കാര്യമൊക്കെ ഉണ്ട്, വെറുതെ ഇരുന്ന് തള്ളുകയാണ്, അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാന്നൊക്കെ. ഹരിഷ്മ ഇന്നത്തെ ഫുഡിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? മികച്ചൊരു ഇതാണ് ആണ്. ഏത് അങ്ങനൊന്നുമില്ല, തള്ളലിലെ ഒന്നാമത്തെ ഉസ്താദാണ് മന്തിയുടെ. 260 ആൾക്കാർക്കാണ് മന്തി വെക്കാൻ വിചാരിക്കുന്നത്. ഏകദേശം 32 കിലോന് മന്തി, ഒരു 19 കിലോ കോഴി, അതായത് ഒരു 260 പീസ് കോഴി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സെറ്റാക്കും, ഉച്ചാകുമ്പത്തിന് സെറ്റാക്കും. ഇന്ന് വന്നത് കിലോ പരിപാടിയില്ല. ഒരാൾക്ക് ഒരു 300 ഗ്രാം 400 ഗ്രാമിന്റെ അടുത്ത് ഈ കള്ള് കേട്ടോണ്ടിരിക്കുന്ന നിരഞ്ജന ടീച്ചറാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. ക്യാമ്പ് ഓഫീസറാണ്. ക്യാമ്പ് ഓഫീസർക്ക് എത്രയും ദിവസമായി ക്യാമ്പിനെ പറ്റി എന്താ പറയാനുള്ളത്? ഇത്രയും ദിവസമായില്ല, 9 ദിവസത്തോളായി. ടീച്ചർക്ക് എന്താണ് ക്യാമ്പിനെ കുറിച്ച് പറയാൻ? വളരെ നല്ല കുട്ടികൾ, വളരെ നല്ലൊരു ക്യാമ്പില്. ഇത് ഞങ്ങളുടെ ഗർഭിണിയായിട്ടുള്ള നമ്മുടെ ജുഫൈന എല്ലാ ഐറ്റംസിലും പങ്കെടുത്ത് ആക്റ്റീവായിട്ട്. അതെ, വയറ്റിൽ കിടക്കുന്ന കുട്ടി എല്ലാ വിഭാഗത്തിലുള്ള പഠിച്ചു കഴിഞ്ഞിരിക്കുന്നതാണ് ജുഫൈന പറയണത്. നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ മന്തിക്കുള്ള, വെറുതെ പറഞ്ഞല്ല ഗൈസ്, ഏകദേശം 400ഓളം അടിപൊളിയായിട്ടുണ്ട്. ശബാന, ആദ്യമായിട്ടാണോ ഇത്രയും കൂടുതൽ എമൗണ്ട് ചിക്കൻ കഴിക്കുന്നത്? ആദ്യമായിട്ട് ചിക്കൻ കഴിക്കുന്ന ഒരു വ്യക്തിയാണ്. ചെയ്തു കൊടുത്തൂടെ? അടിപൊളിയായിട്ട്. മൈഷ ആദ്യമായിട്ടല്ല, വീട്ടിൽ ചെയ്യാറുണ്ട്. അനീനാക്ക് എന്ത് തോന്നുന്നത്? എനിക്ക് അങ്ങനെ കഴിക്കാൻ തരാറില്ല. അതെ അതെ, അനീന കുറച്ച് സ്ലോ ആണ്. പക്ഷെ ക്യാമ്പിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് ടൈം ഉള്ളതുകൊണ്ട് അനീന കൃത്യമായിട്ട് സമയത്ത് സ്പീഡ് കൂടി വെച്ചതാണ്. നല്ല വൃത്തിയുണ്ട് ഗൈസ്. ഇനി ഇവിടെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? അത് തന്നെയാണ് നമ്മുടെ സജ്ജനയാണ് താരം. സജ്ജന പറയൂ, ഇന്നത്തെ ഒരു മന്തി എങ്ങനെയായിരിക്കും എന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? അത് വളരെ വളരെ നന്നാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അതാണ് ഇവിടെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അഫ്സന പറയൂ, ചിക്കൻ കഴുകിയ എക്സ്പീരിയൻസ് പറഞ്ഞാൽ മതി. ഉണ്ടല്ലേ? അപ്പൊ ചെയ്ത അതാണ്. ലൂലോ, രാവിലത്തെ പുട്ട് കടലക്കറി എന്താണ് അഭിപ്രായം? വളരെ നല്ലതാണ്. ആരും കഴിച്ചിട്ടില്ല, കഴിച്ചിട്ട് വേണം അഭിപ്രായം കേട്ടിട്ട് വേണം നിർവൃതി അടയാൻ. അതാണ്. ചെമ്പ് കൊണ്ടുവരുന്ന വണ്ടിയാണിത്. ചെമ്പ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചെമ്പ് ഇവിടെ കൊണ്ടുവന്ന ചെമ്പ് തികയൂല എന്ന് മനസ്സിലാക്കിയത് കാരണം വലിയ ചെമ്പ് ഇറക്കിയിട്ടുണ്ട്. ഈ ചെമ്പ് ഓക്കെ ആവുമോ? മന്തി പറയൂ. ഓക്കെ, മന്തിന്റെ ആള് അപ്രൂവൽ കൊടുത്തിട്ടുണ്ട്. ഈ ചെമ്പ് ഓക്കെയാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ ക്യാമ്പസ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്യാമ്പസാണ്. അതുമാത്രമല്ല, വളരെ നീറ്റായിട്ട് വൃത്തിയിൽ നമ്മൾ കൊണ്ടു നടക്കുന്ന ഒരു ക്യാമ്പസ് കൂടിയാണിത്. ഡെയിലി ഇവിടെ ഇപ്പോൾ ക്യാമ്പ് ആയതുകൊണ്ട് ഡെയിലി കുട്ടികൾ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ കണ്ടോ, അവിടെ ഒരു ക്ലീനിങ് സെഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടുത്തെ പുല്ലുകളൊക്കെ പറിച്ച് വൃത്തിയാക്കുന്നുണ്ട്. ഹോൾ ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നു ക്യാമ്പസ് ബ്യൂട്ടിഫിക്കേഷൻ. ഇവിടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ഇത് ക്യാമ്പസ് ബ്യൂട്ടിഫിക്കേഷൻ്റെ ഒരു ഭാഗം, ഒരു ടാസ്ക് കൊടുത്തതാണ് ഇവർക്ക്. നന്നായിട്ട് നടക്കുന്നുണ്ട്. കുറച്ച് പേരൊക്കെ അവിടെ ഇവിടെയൊക്കെ മടി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിലും വളരെ നന്നായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. നുസ്രോ, ഹോൾ ക്ലീനിങ്ങിനെ കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം? നുസ്രുവിനെ കണ്ടപ്പോൾ, ക്യാമറ കണ്ടപ്പെടുത്തതല്ല ഗൈസ്, നുസ്രു ഇവിടെയൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്.
ആ പറ. ഞാനുള്ളതുകൊണ്ട് കാര്യങ്ങളൊക്കെ സ്മൂത്തായി നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ കാണായിരുന്നു. തള്ളു നുസ്രു എന്നാണ് ഞങ്ങളുടെ ക്യാമ്പസിൽ നുസ്രുവിന്റെ പേര്. അതുകൊണ്ട് ഇത് കാര്യാക്കണ്ട. ഷാദിൻ പറയൂ, എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ഇന്നത്തെ? കണ്ടിരിക്കുമ്പോ നല്ല സുഖമുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലേ? അതാണ് ഷാദിനെ പിന്തുണച്ചുകൊണ്ട് അൻസിനെ രംഗത്ത് വന്നിട്ടുണ്ട്. നല്ല പണിയെടുക്കുന്നുണ്ട്. നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട്. അഫ്ലേ പറയടാ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര പണിയെടുക്കുക. അതാണല്ലേ. ചാക്കേറ്റി പോവാ. കാറ്റടിക്കുന്നോണ്ടാണ് ഇവിടെ എത്രയധികം കണ്ടോട്ടോ. അത്യാവശ്യം നന്നായിട്ട് ചമ്മലൊക്കെ ഉണ്ട്, ചപ്പുചവറുകൾ അത്യാവശ്യം ഉണ്ട്. ഈ നല്ല ഭംഗിയുള്ള ഈ ഒരു ബദമരത്തുനിന്നാണ് ഇതെല്ലാം വീണു കേട്ടോ. നല്ല തണുപ്പുമാണ് ഇവിടെ ഇരിക്കാനായിട്ട്. പൊതുവെ ക്യാമ്പസ് എങ്ങനെ തന്നെയാണ് കണ്ടോ, എല്ലായിടത്തും നല്ല ഭംഗിയായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. നല്ല കുറെ ചെടികളും. റിൻഷ എവിടെയാണ് ക്ലീൻ ചെയ്തത്? ഹയർ സെക്കൻഡറിന്റെ ഫ്രണ്ടിലല്ലേ? അതാണ്. അപ്പൊ പുല്ല് പറിക്കായിരുന്നോ? വീട്ടിലിങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? ആദ്യം ഞാൻ ഈ തള്ളവരല് ചെറിയ കൊട്ടു ചെറിയ തള്ളവരക്കും ഞാൻ ഇപ്പൊ തിരിച്ചിട്ടതാണ്. ഇപ്പൊ അതാണ്, അത് ശ്രദ്ധിക്കണം. നമ്മുടെ ക്യാമ്പസിൽ വന്നിട്ട് അതിൽ നമ്മുടെ കോളേജിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ മാറ്റം വന്നിട്ടുള്ള ഒരാളാണ് ഡാനിയ. ഡാനിയ ഒന്ന് പറയൂ, എന്ത് എക്സ്പീരിയൻസ് ആണ് ക്യാമ്പിൽ വന്നിട്ടുണ്ടായത്? വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. ഫുള്ള് പണിയാണ്. തിന്നുണ്ടല്ലോ. സമയം തരും. അതാണല്ലേ. അപ്പൊ നിങ്ങൾ നേരത്തിന് ഉറങ്ങാഞ്ഞിട്ടാണെന്ന് ഞാൻ പറഞ്ഞ ഞങ്ങൾ എതിർക്കുമോ? അതായത് 10 to 5:30 വരെയാണ് നമ്മുടെ ഉറക്കിന്റെ ടൈം. അപ്പൊ നിങ്ങൾ അത്രയും സമയം, അതാണ് പ്രശ്നം അല്ലേ? സാരമില്ല. മെയിൻ പ്രശ്നം കാറ്റൊന്നും കൊള്ളണം. അല്ല, ലീഡറാണ് പറഞ്ഞ കാര്യം. എല്ലാരും മുന്നിൽ ലീഡറാണ്, നിസ്സാണ് ലീഡർ. പക്ഷെ ഒന്നുകൂടി പറയാമോ? ബെസ്റ്റ് ലീഡർ നിസ്രു. അതാണ്. അപ്പൊ തള്ളു നുസ്രുവിന്റെ പേര് നമ്മൾ മാറ്റിട്ട് ബെസ്റ്റ് റൂം ലീഡർ ആക്കാൻ പോവാണെന്നാണ് കേട്ടത്. ഓക്കെ, നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വാശി കൈ പോലും കേടന്നിട്ട് നമ്മുടെ വാശി കൈ കാണിക്കൂ, കൈ കാണുന്നത് ആത്മാർത്ഥതയോടെയാണ് പണിയെടുക്കുന്നത്. കണ്ടോ, ഈ കുട്ടികളൊക്കെ ഇവിടെ വളരെ ഷാനിതൊക്കെ കണ്ടോ ചൂലും കൊണ്ട് നടക്കല് മാത്രമേ ഉള്ളൂ. എന്താടാ കുറച്ച് ഇന്ന് മാത്രമല്ല നമ്മൾ ഈ പണികളൊക്കെ പറഞ്ഞിട്ടുള്ളൂ. ഇത്തരത്തിലുള്ള ജോലികളെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എന്ത് പറ്റി? വീട്ടിൽ നിങ്ങൾ ഇങ്ങനെ ഒന്നും ചെയ്യാറില്ല എന്നുള്ളത് ചുരുക്കം. കംപ്ലൈന്റുകൾ വരുന്നുണ്ട് പാകത്തിന്. പറയണേ ഇല്ല. നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്നുമില്ല, വെറുതെ ക്യാമറന്റെ മുന്നിൽ പുളിയാവണത് മാത്രം. ആളെ കണ്ടിരുന്നു. ഇനി മിഥിലാജിന്റെ വക ഒരു പോളിഷ് ഉണ്ട്. അപ്പോഴാണ് മന്തി ഏറ്റവും ടേസ്റ്റ്ക്ക് വരിക. മിഥിലാജ് പറയുന്നത് അതെ, നിർദ്ദേശം കിട്ടിയിരിക്കുന്നു ഗൈസ്. ഇനി തുടങ്ങാൻ പോകുന്നു. നജീവാഷ എന്നാ തുടങ്ങിക്കോളി എന്ന് പറയണ ആ നിർദ്ദേശം ഇവിടെ കിട്ടിയിട്ടുണ്ട്. ചാടോ പേടി, ഞാനും കൂടെ ചാടും ചിലപ്പോ. ക്യാമറ ഒപ്പം ചാടട്ടായിരുന്നില്ലേ, അതേ വരിയാവോ. മന്തി പ്രിപ്പറേഷനിലാണെന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാ തൂമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ടാക്കുന്ന മേൽനോട്ടം വഹിക്കുന്നത് നമ്മുടെ തൻഷിയ അല്ലേ? തസ്നിയ 105 പേരുണ്ടായതുകൊണ്ട് എല്ലാം കൂടി നമുക്ക് ഓർത്ത് വെക്കാണ്. സുഹാനുണ്ട്, എല്ലാവരും ഉണ്ട്. വൻ സംരംഭമായി മാറും എന്നാണ് ഇന്നത്തെ പരിപാടി. ഒരു മെച്ചപ്പെട്ട രീതിയിലേക്ക് മാറ്റി. ഫുഡ് കഴിക്കട്ടെ, പകുതി പേര് ഫുഡ് കഴിച്ചോളി. ഇവിടെ വത്തക്ക 3 വന്നോ? 3 തന്നെ എത്തിയിട്ടുള്ളൂ, ബാക്കി എത്തിയിട്ടില്ലല്ലോ. വരുന്ന ഗസ്റ്റുകളെ നമ്മളെപ്പോഴും മാന്യമായിട്ട് യൂസ് ചെയ്തിരിക്കണം. വരുന്നത് സീനിയേഴ്സ് ആണെങ്കിൽ പോലും നമ്മൾ വിളിച്ചിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ അവർക്ക് ഉള്ള ഒരു വത്തക്ക വെള്ളം, നമ്മൾ വത്തക്ക എന്നൊക്കെ പറയും, തണ്ണിമത്തൻ എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ നമുക്ക് അല്ലേ വത്തക്ക എന്ന് പറയുമ്പോഴല്ലേ നമുക്ക് ആ ഒരു സുഖം കിട്ടുന്നത്. അല്ല ഹർഷൊക്കെ? അതെ, അതങ്ങനെ തന്നെയാണുള്ളത്. അപ്പോൾ അത് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അർഷക്കിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനൊരു സാധനം. ഇവിടെ
ചപ്പ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സുഹാന ചപ്പ് അരിയുന്നതിനുള്ള തിരക്കിലാണ്. പച്ചക്കറികളൊക്കെ ചക്കയൊക്കെ ഒരുപാട് ദിവസം നമ്മൾ വെച്ച് കഴിഞ്ഞു. പിന്നെ ഇതാ കറി ഏകദേശമൊക്കെ ഫുഡ് അവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നത്തെ ഡിഷ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉതിർപ്പുട്ടും ചിക്കൻ കറിയാണ്. അതാണ് ഇനി ചോദിക്കാനായിട്ട് പോണത്. ജുസൈനെ കഴിക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ജുസൈനോട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇവിടെ നല്ല കട്ടൻ ചായ, കറി, പിന്നെ പുട്ട്. അതാണ് ഇന്നത്തെ വിഭവം. റിൻഷ എന്താ കഴിക്കാത്തത്? എന്താട്ടോ വിളമ്പുന്ന ആൾക്കാർ ഇവിടെ പ്ലേറ്റ് എടുത്ത് കഴിക്കടി. നിങ്ങൾ തന്നെയാണ് എപ്പോഴും എല്ലാവരും ഇങ്ങനെ കഴിച്ചോണ്ട്. ജാഷിറ പറയും എങ്ങനെയുണ്ട് ഇന്നത്തെ ഫുഡ്, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്? കറി രസമുണ്ടല്ലേ? ഫുഡ് എങ്ങനെയുണ്ട്? ആണോ? എങ്ങനെ ഈ ഫുഡിൽ എന്താണ് കുഴപ്പം? ഒരു രക്ഷയില്ലാത്ത കമന്റ്സുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. റിൻഷിത എങ്ങനെയുണ്ട്? മേക്കപ്പ് ഇല്ലാതെ ജീവിക്കുന്നത് മനസ്സിലായില്ല. ഇപ്പോൾ ക്യാമ്പിൽ വരുന്നാൽ എന്താണ്? സഹവാസ ക്യാമ്പാണ്, സുഖവാസ ക്യാമ്പല്ല. അല്ലാന്നാണ് പറഞ്ഞത്. ഇന്നലെ വരെ ചെവി വേദനയായിട്ടിരുന്ന ആളാണ് ഇപ്പം ഈ വെട്ടി വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഷംല. നിംഷിത ഇന്നത്തെ ഡ്യൂട്ടിനെ കുറിച്ച് എന്ത് തോന്നുന്നു? എന്ത് പറയാൻ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നു? പറഞ്ഞോ ഡ്യൂട്ടി. അപ്പോൾ ഇനിയിപ്പോൾ ഏത് സാഹചര്യത്തിൽ കൊണ്ടുപോയിട്ടാലും ജീവിക്കാന്നുള്ളൊരു കോൺഫിഡൻസ് വന്നില്ല. ഇവിടെ കുറച്ച് അധികം ഉണ്ട്. നമ്മൾ അങ്ങനെ തന്നെ ആവുമല്ലോ. നമ്മൾ പിന്നെ ഹിബൻ്റെ ചങ്ക് പിന്നെ കുറി ഇത് ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു വിഷമമുണ്ടെങ്കിലും ഹിബ സെറ്റാണ്. ചങ്കില്ലാത്തത് കാരണം ഹിബ എല്ലാവരുമായിട്ട് കുറച്ചുകൂടി മിങ്കിളായി എന്നാണ് അല്ലേ പറയാനുള്ളത്. അതാണ്. പുട്ടും കടല എങ്ങനെയുണ്ട് പറയൂ ജുഫൈന? അടിപൊളിയാണ്. അതാണ്. അപ്പോൾ മക്കളെ നമ്മളിനി പിന്നെ ചിക്കന് മസാല പുരട്ടി വെക്കാൻ പോവാണ്. ഈ ഒരു ചെമ്പക്കാണ് ചിക്കൻ മസാല കൂട്ടിട്ടൊരു എന്നിട്ട് ദമ്മിടാം. ഈ മൂളി കേട്ടോണ്ടിരിക്കണത് ഇപ്പോ നമ്മുടെ റയാൻ ടീച്ചറാണ്. ടീച്ചർ നല്ല കുളിച്ച് സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട്. കൊണ്ടാക്കിയിട്ടുള്ളത് എൻ്റെ കൂടെയുള്ള ടീച്ചറല്ല അന്നാളും വന്തി കഴിച്ച ടീച്ചർ ഏകദേശം 260 സംതിങ് പീസുകളാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ അതൊരു കഴുത്താണ്. ഓക്കെ. അപ്പോൾ അത്രയും പീസുകളാണ് നമ്മളുള്ളത്. ഓരോന്ന് ഇതിനങ്ങനെ പ്രത്യേകിച്ച് ഇന്ന കണക്ക് എന്ന് പറയാനൊന്നുമില്ല. ഒക്കെ ഒരു മനക്കണക്കാണ്. അത് വെച്ചാണ് ചെയ്യാം. ഒക്കെ പാകത്തിന്. ഗൈസ് 2 ദിവസം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ എന്നെ മിസ് ചെയ്തു എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ അടുത്തത് കുരുമുളക് പൊടിയാണ്. അപ്പോൾ മുന്നേ ഇട്ടത് ജീരകപ്പൊടിയാണ്. എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. നല്ല ജീരകമാണ് ആദ്യം ചേർത്തത്. ഇത് കുരുമുളകാണെന്ന് ഓർമ്മയില്ലാതെയാണ് തോന്നുന്നത് ഷെഫ് ഇത് ചേർക്കുന്നത്. ഷെഫിന് അത്യാവശ്യം എരിവ് വേണം. നിങ്ങൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ടാൽ മതി. ഷെഫിന് കുരുമുളക് ഇടുമ്പോൾ യാതൊരു ചിന്തയില്ല. പിന്നെ അവിടെ ഇനി ചേർക്കാൻ പോകുന്നത് മാഗി ക്യൂബാണ്. മാഗി ക്യൂബ് അറിയാമായിരിക്കുമല്ലോ. മാഗി ക്യൂബൊക്കെ നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങളായതുകൊണ്ട് ഇതൊന്നും വലിയ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല ഫ്രഷ് കുരുമുളക് പൊടിയാണ് നമ്മൾ ഇട്ടത്. അതുകൊണ്ടാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നൊന്നുമല്ല. നമ്മളെ വീട്ടിൽ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന കുരുമുളകായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സ്മെല്ലൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. ഒരു മാഗി ക്യൂബ് ഇട്ടു, കുറേ ക്യൂബ്സ് ഉണ്ട്. നമ്മൾ വലിയ ഒരു ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ ചിന്തിക്കുകയും ചെയ്യുന്നത്. നമ്മളെ കുറച്ചൊന്നും ഇടുന്നില്ല. ഇതൊരളവ് നോക്കിയതാണ്. ആ നമ്മളിപ്പോൾ ഇട്ടത് ഈ മഞ്ഞ കാണുന്നതൊക്കെ മാഗി അത് അവിടെ അടച്ചിട്ടുണ്ടാവും.
മസാല കൂട്ടിയിട്ട് അപ്പൊ അതിലൂടെ പാടി നോക്കി നിൽക്കുന്നത് നമ്മുടെ സജന ടീച്ചറെ. ടീച്ചർക്ക് ഇന്നത്തെ ബിഗ്ഫുഡിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? എന്തൊക്കെയോ വലിയ പ്രതീക്ഷയിലാണ് ഇന്നത്തെ നിങ്ങളെ മന്തി തിന്നാന്. ഇല്ല കഴിച്ചിട്ടില്ല. മക്കളെ കിച്ചണിലുള്ളവർ കുറച്ച് പേര് കഴിച്ചിട്ട് വരും. ഭക്ഷണത്തിന്റെ സമയമാണ്. ഒരു ടൈമിൽ മാത്രമേ ഭക്ഷണം ഉണ്ടാവുള്ളൂ. കഴിഞ്ഞാൽ സർവീസ് പേര് അതൊക്കെ എടുത്ത് അപ്പോൾ ഓരോരോ സമയമാകുമ്പോൾ ഓരോരുത്തരും അവനാൻ്റെ ഇഷ്ടത്തിൽ പോകും. നന്നായിട്ട് ഇളക്കുകയാണ്. മിഥിലാജിന്റെ ഇളക്കലാണ്, 1.5 ഇളക്കൽ എന്നാണ് മിഥിലാജ് പറയുന്നത്. എന്താവും അറിയില്ല, ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. മെയിൻ ഭണ്ഡാരി ഇളക്കുന്നതാണ് കുറച്ച് മെച്ചെന്ന് തോന്നുന്നു. നമ്മളതിനെ കോമൻസേറ്റ് ചെയ്തില്ല, ആരോടും ഉണ്ടാകും. ഇവിടെ വെച്ചോളി, ചിലപ്പോൾ ആവശ്യം വരും. നന്നായിട്ട് ഇളക്കിയിരിക്കണം മസാലയാണ് ഇതിന്റെ മെയിൻ. മാഗി ക്യൂബ് ഇട്ടുകൊണ്ട് ഉപ്പിന്റെ ആവശ്യം നമുക്ക് വരില്ല. എന്നാലും വേണ്ടെന്നല്ല. ഇതാണ് പസ്പരിയുടെ ഷെഫിള്ള. തല കുമ്പിട്ട് നിൽക്കുന്നതാണ് പസ്പരിയുടെ തലയിൽ വരെ ഗരം മസാലയാണ്. ഞങ്ങൾ ക്യാമ്പിൽ ഇങ്ങനെ ഇടങ്ങാറാതെ ഉമ്മച്ചി കാണാണ്. കൈകൾ ഇങ്ങനെ ആകുമ്പോൾ ഏകദേശം സെറ്റായി നമ്മൾ ഊഹിക്കാട്ടോ. അതാണ് അതിന്റെ കണക്ക്. ഇതിനങ്ങനെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. അങ്ങനെ നോക്കിയ ചിക്കൻ ഇങ്ങനെ സുന്ദര കുട്ടപ്പനായിട്ട് ഇളക്കിയവരെ മുഖത്തുനിന്ന് ഇവരൊക്കെയാണ് ഇതിൽ അശ്രാന്ത പരിശ്രമം വിജയിപ്പിച്ച് ഇത് ഇളക്കി സെറ്റാക്കിയത്. ഉണ്ടാവും എന്നാണ് ഇരിക്കുന്നത്. പിന്നെ മാഗി ക്യൂബ് പൊടിച്ചിടാൻ ലുലു ചമ്മനക്ക് സഹായിച്ചിരുന്നു. ഏകദേശം നമ്മൾ ചോറിന് വെച്ച വെള്ളം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ നന്നായിട്ട് തിളച്ച് തുടങ്ങുമ്പോഴാണ് നമ്മൾ ചോറിടേണ്ടത്. അരി നമ്മളവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ വളരെ മനോഹരമായ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ടാണ് ഇതിൻ്റെ പാചകം കേട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കണം. കളക്കുന്ന സാധനം ഏകദേശം അവിടെ അരി വെള്ളത്തിലിട്ടൊരു മണിക്കൂറിനാവാനായിട്ടുണ്ട്. ഉപ്പിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ നന്നായിട്ട് മസിൽ പിടിച്ച് ഇളക്കണം. അപ്പോഴാണ് ഇത് നന്നായിട്ട് മസാല പിടിക്കുള്ളൂ. ഇനി പിന്നെ ഇട്ടത് ഗ്രാമ്പുമാണ് ഇപ്പോൾ ഇടുന്നത്. ശരിയാക്കൊണ്ട് വീണ്ടും ഉപ്പിട്ടിട്ട് ഇളക്കുന്നുണ്ട്. 2 ഭണ്ഡാരിമാരാണ് ഇവിടെ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പട്ട ഇട്ടു. പട്ട ഇങ്ങനെ വെള്ളത്തിൽ നീന്തി കളിക്കണയാണ്. നല്ല ഭംഗിയുണ്ട്. നല്ല ചൂടാണ്. നല്ല ആവി വരുന്നുണ്ട്. തിളപ്പിച്ച വെള്ളമല്ലേ. പട്ട പൊട്ടിച്ച് ചേർത്തിടുന്നുണ്ട്. അടുത്തത് ഏലക്കായാണ് ചേർക്കാൻ ഉദ്ദേശിക്കുന്നത്. കുരുമുളക് അങ്ങനെ ഇടണ്ടേ? കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത്ര പേർക്കുള്ള ഭക്ഷണം നമ്മൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്. പുറത്തുനിന്ന് ഒരാളെ വിളിച്ചിട്ടില്ല. ഏലക്കായ ഇട്ടപ്പോൾ പിന്നെ പച്ചമല്ലിയാണ് അത് ചേർത്ത് വരുന്നത്. ഏകദേശം ഓരോരോ കണക്കാണ്. അങ്ങനെ ഇത്ര അങ്ങനെയൊന്നുമില്ല. ഒരു കണക്കിന് അങ്ങനെ ചേർക്കുന്നതാണ്. ഉപ്പ് നോക്കുന്നുണ്ട്. കുറച്ചുകൂടി വേണമെന്നാണ് പറയുന്നത്. 2 പേരും കൂടി തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. ഉണക്ക നാരങ്ങ അതാണ്.
പോരട്ടെ. പാർട്ടി തരാനാ പാർട്ടി തരാനാ ഇന്നലെ പുഡിങ് കിട്ടാതെ കിടന്ന് പറയുന്നുണ്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സത്യമല്ലത് ഒക്കെ ഒറ്റക്ക് തിന്നുകണ്ട് അതാ അത് തന്നെയാണ് ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മള് കൊടുത്തൊരു കൈ കിട്ടും ഇടക്കിടക്ക് ഇങ്ങനെ കൊണ്ടുപോയി അതാണ് ഈ മുഖം ഇടക്കിടക്ക് ഓർമ്മിപ്പിക്കണം. ചിരിക്കണില്ല ചിരിക്ക എന്ത് സുന്ദരി. ഈ കണ്ട ആൾക്കാരൊക്കെ ഈ ചിക്കൻ വന്ന് ടേസ്റ്റ് വെക്കാൻ ഒരു പീസ് കിട്ടുമോ എന്ന് വിചാരിച്ച് നിൽക്കുന്നവരാണ്. പക്ഷെ ഒറ്റ കഷ്ണം പോലും ഒരാൾക്കും ഞങ്ങൾ കൊടുക്കൂല. ഗസ്റ്റുകൾ ഇന്നത്തെ ഗസ്റ്റുകൾ വന്നിട്ടുണ്ട്, എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിഷാന, സിത്താര, ഹൈബ, ലുലു, എന്തൊക്കെ വിശേഷം? സുഖല്ലേ? നിങ്ങൾ ഇന്നത്തെ ഫംഗ്ഷന് വന്നതാവല്ലേ? ഇന്നത്തെ പരിപാടിയെ പറ്റി എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം. നല്ല പ്രതീക്ഷ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു അല്ലേ? ഇനി ബാക്കിയുള്ളവരൊക്കെ എപ്പോ എത്തും? ഓക്കെ, എന്നാ കേറിയിരിക്കും. പിടിച്ച് പിന്നെ തോഴിമാരെ പോലെ നിൽക്കുന്ന സുഹാനയും റിതമോളല്ലേ? റിതമോളും റെഡിയാണ്. എല്ലാവരും ഫുൾ സെറ്റാണ്. സോറി, ഇത് ഹനീനെ കേട്ടോ. ആള് ചെറുതായിട്ടൊന്ന് മാറി. ഞങ്ങളോട് പറഞ്ഞ് 105 കുട്ടികളോ അപ്പോൾ പേര് അങ്ങോട്ട് കിടക്കെ മാറും. നമ്മുടെ സെബിനെയാണ്. എല്ലാം ഫുൾ സെറ്റിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇനി ഞങ്ങൾ ഇതൊക്കെ മസാല കൂട്ടാൻ പോവാണ് ചിക്കനിൽ. അതിസാഹസികമായി മൈഷയാണ് ഈ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എല്ലാവർക്കും ഇത് എത്തുന്നില്ല എന്നുള്ളത് സങ്കടകരമായ ഒരു കാര്യമാണ്. മൈഷക്ക് ആരോഗ്യമില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മൈഷ ഫുഡ് കഴിച്ചിട്ടില്ലേ? ഫുഡ് കഴിച്ചില്ല? പിന്നെ എന്താ ഒരു ഉഷാറില്ലാത്തത്? ഇളക്കിയപ്പോഴാണ് കുറച്ചുകൂടി മലിച്ചപ്പിനൊന്ന് ഇളകണം എന്നൊക്കെ തോന്നിയോണ്ടിരിക്കുന്നത്. നമ്മൾ ഓയിലൊഴിച്ച് സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മസാലകൾ കേട്ടോ. ഞാനെല്ലാം കൂടി ഇപ്പുറത്തെ അടുപ്പിലിതാ ഇവിടെ തന്നെയാണ് കേട്ടോ നമ്മുടെ ചോറ് കണ്ടുണ്ട്. മസാല പണി കിട്ടും. ചൂട് പോലെ ഗസ്റ്റുകൾ എത്തി തുടങ്ങി. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ അനുശവാമി വന്നിട്ടുണ്ട്, പിന്നെ ഷഹില വന്നു. രാവിലെ തന്നെ വരണം സാറിന്റെ മെസ്സേജ്. എല്ലാവരും യൂണിഫോമിൽ ഇങ്ങനെ കണ്ട് ഇപ്പൊ നല്ല അടിപൊളി ഡ്രസ്സിൽ കാണുമ്പോൾ അടിപൊളി ഡ്രസ്സിൽ കാണുമ്പോൾ നല്ല ഭംഗിയുള്ള സുന്ദരി കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. പരിപാടിയെ കുറിച്ച് എന്താ പറയാനുള്ളത്? നിങ്ങൾ ബിഗ് ഫുഡ് പ്രതീക്ഷിച്ചിരുന്നോ? പ്രതീക്ഷിച്ച് നിൽക്കായിരുന്നോ? മയോണൈസ് തരാൻ പാടില്ല നിങ്ങൾക്ക് അറിയില്ലേ?
മയോണൈസ് തിന്നിട്ടാണ് എനിക്ക് കുത്തും പുള്ളിയൊക്കെ വന്നത്. സജന ടീച്ചറുമായി കത്തിയടിച്ചിരിക്കുന്ന അൻഷ ഫാമിയാണ് നിങ്ങൾ ഇപ്പൊ കണ്ടത്. സോറി, അൻഷ ഫെബിന് ചെറിയൊരു അക്ഷരപിശക് വന്നതാണ്. എടി പേരിലൊക്കെ എന്തിരിക്കണ്? ആ മനസ്സിലല്ലേ, അതാണ് സ്നേഹ. എവിടുന്നാ വരുന്നത്? അവിടുന്ന് മറ്റില്ല, ഇത് ഫെബിനാണ് കേട്ടോ. ഫെബിൻ വാലിട്ട് കണ്ണെഴുതി മഞ്ഞ ചുരിദാർ വിട്ട് രാധെ 2 കൊമ്പുകളുമായിട്ട് വന്നിരിക്കുന്ന. നിങ്ങള് യൂണിഫോം വേണ്ട, ഇഷ്ടമുള്ള ഡ്രസ്സിൽ വരാന്ന് പറഞ്ഞപ്പോ അടിപൊളിയായിട്ട് വന്നിരിക്കുന്നു. അതെ, നമ്മുടെ അരി വെന്തിട്ട് ഉണ്ട്, അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് ചോറിന്റെ. മിഥിലാജാണ് ഇതിന്റെ മേൽനോട്ടം വഹിച്ചുകൊണ്ട് തന്നെ ചോറ് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു ഇത്. ഒന്ന് കടിക്കാം, ചോറൊക്കെ കൊണ്ടോട്ടെ. അയ്യ, ക്യാമ്പ് ഓഫീസർക്ക് ഇന്നത്തെ പരിപാടിയെ കുറിച്ച് എന്തൊക്കെയാണ് നിങ്ങൾ സീനിയേഴ്സിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്? ഒരു വെൽക്കം കാർഡ് ഉണ്ട്, ഒരു വെൽക്കം ജ്യൂസ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് അവർക്ക് അടിപൊളി മന്തി നമ്മുടെ ജംഗ്ഷൻ ടീച്ചറുടെ നേതൃത്വത്തിൽ വയ്ക്കുന്ന ഒരു അടിപൊളി മന്തി നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. എല്ലാവരും വരട്ടെ, എല്ലാവരും വെൽക്കം ചെയ്യാൻ വേണ്ടി നമ്മൾ അത്രയും സന്തോഷത്തോടു കൂടി ഇവിടെ ഇരിക്കുകയാണ്. ഇന്നത്തെ ക്യാമ്പിൽ എന്തൊക്കെയായിരുന്നു? ഉച്ചയ്ക്ക് ശേഷമുള്ള എന്തൊക്കെയോ പ്രോഗ്രാമുകൾ? ഉച്ചയ്ക്ക് ശേഷം നമ്മളൊരു പുതുതായിട്ട് കൊണ്ടുവന്ന ഒരു ഐഡിയ ആണ്, ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കുട്ടികൾക്ക് ഉണ്ടാക്കാം. ഒരു എഡ്യൂക്കേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമ നമ്മൾ കാണിക്കുന്നുണ്ട്. കുട്ടികളുടെ രസത്തിന് വേണ്ടിയിട്ട് കുറച്ച് പോപ്കോണും കുറച്ച് ബേക്കറിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഒരു ചെറിയ ചെറിയ പരിപാടികൾ എല്ലാം ചെറിയ ചെറിയ സന്തോഷങ്ങളല്ലേ. അപ്പോൾ നാളെ നിങ്ങൾ വയനാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നാളെ വയനാട്ടിലാവും. വയനാട്ടിൽ നിന്നുള്ള വ്ളോഗുകൾ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം. ക്യാമ്പ് ഓഫീസറിന് വെറുതെ പറയല്ല, കൈ നിറച്ച് കാശുമാണ്. പക്ഷെ ആരും കടം ചോദിക്കേണ്ട, തരൂല. അടിപൊളി ചുരിദാറൊക്കെ ഇട്ട് നമ്മുടെ നഫ്ല വന്നിട്ടുണ്ട്. ബോള് കളിക്കാൻ ഒഴിവ് സമയങ്ങളിൽ എങ്ങനെയൊക്കെ ചെലവഴിക്കാന്നുള്ള നിശാനയുടെ കണ്ടുപിടുത്താണ് ഇപ്പോൾ ഈ പന്ത് കളിച്ചുകൊണ്ടിരിക്കുന്നത്. വിഷു ആഘോഷമൊക്കെ കഴിഞ്ഞ് ത്രിപടീശ്വർ ഒന്ന് വീട്ടിൽ പോയായിരുന്നു, തിരിച്ചു വന്നിരിക്കുകയാണ് നമ്മുടെ ഇന്ന് ബിഗ് ഫുഡിന് വേണ്ടിയിട്ട്. അത് നിശാനയാണ് ഈ ഡിസ്റ്റർബ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ പ്രോഗ്രാമിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണത് എന്താണെന്നറിയോ? നമ്മൾ വരുന്ന ഗസ്റ്റുകൾക്ക്, നമ്മുടെ സീനിയേഴ്സിനും ബാക്കി ഗസ്റ്റുകൾക്കൊക്കെ നമ്മളൊരു വെൽക്കം ഡ്രിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വത്തക്ക മുറിക്കുന്നുണ്ട്. നമ്മളന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ ഇതിപ്പോഴും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഇവരൊക്കെ ഉണ്ട്, ഇത്രയും പേരുണ്ട്. ഹരിഷ്മയൊക്കെ ഉണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. അതാണ്. അപ്പോൾ വളരെ സൂക്ഷ്മതയോടെ എന്തോ മെനക്കെട്ട പണിയെടുക്കണ പോലെയൊക്കെയാണ് നനച്ചെടുക്കണം. സത്യം അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ വളരെ വൃത്തിയിലും വെടുപ്പിലും കേട്ടോ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തത്. കുറേ പേർക്ക് കൊടുക്കാനുള്ളതാണെന്ന് ഞങ്ങൾക്ക് ഒരു ഉത്തമ ബോധ്യം ഉള്ളതുകൊണ്ട് തന്നെ ഇത്രയും പേര് ഇവിടെ ഇരുന്നിട്ട് ഒരു കാര്യമില്ലാതെ തിരിഞ്ഞ് പറഞ്ഞ് കളിക്കുകയാണ്. ഏകദേശം ചോറെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അശ്മലി ഉണ്ട്, മഹീഷ് ഉണ്ട്, റൈഹാൻ ടീച്ചർ, നഫില, അപ്പോൾ ഒക്കെ നമ്മളൊക്കെ ഈ ഒരു പരിപാടിക്കായിട്ട് മെനക്കെട്ടുന്ന് ഇറങ്ങിയവരാണ്. ഓരോരുത്തർക്ക് അവനാനെ കൈവനുസരിച്ചുള്ള സാധനം കൈ കൊടുത്തിരുന്നത്. അതെ, കൊടുത്തിട്ടുണ്ട്. അതാണ്. പിന്നെ ചെമ്പുക്ക് വീഴാതെ നോക്കിക്കോളൂ. ആ, ചാർക്കോളിന് വൈശാന്റെ കയ്യില് കേട്ടോ. ഏകദേശം ഇതാ നമ്മൾ എത്ര കിലോനാണ് നമ്മളിന്ന് വെക്കണേ? 32 കിലോ ചോറാണ്. 2 കിലോ ചോറ്, 32 കിലോ ചോറാണ് ഇപ്പോൾ ഗൈസ് ഈ വെന്തിട്ടുള്ളത്. ഇതിൻ്റെ ഇടയിൽ നിന്ന് ഒരാൾ ഇവിടെ ചെമ്പിൻ്റെ അവിടെ നിന്ന് അറ്റത്ത് നിന്ന് മാറി നിന്ന് ഫോൺ ചെയ്യുന്നുണ്ട്. നമ്മൾ കലക്കിക്കൊണ്ടിരിക്കുന്നത് എന്താണ് സജന? ഓ, ഇപ്പോൾ നമ്മൾ മന്തി തമ്മിട്ടുകൊണ്ടിരിക്കുകയാണ്. വിയർത്ത് കുളിച്ച് നജി മാഷാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാഷാണത് വലിയൊരു സംഭവമാണെന്ന് വിചാരിച്ച് ചെയ്തിരിക്കുന്നത്. സിമ്പിൾ കാര്യമാണ്. നമ്മൾ സിമ്പിളായിട്ടുള്ള പരിപാടി ഇത്ര ബുദ്ധിമുട്ട് ചെയ്യുന്ന പോലെ നമുക്ക് ക്വാണ്ടിറ്റി ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഉണ്ടാവുമല്ലോ. അങ്ങനെയൊക്കെ മെയിൻ ഭണ്ഡാരിയാണ് ഈ പുറംതിരിഞ്ഞ് നിൽക്കുന്നത്. പുറംതിരിഞ്ഞ് നിൽക്കുകയാണ് മെയിൻ ഭണ്ഡാരി.
ഭയങ്കര ടൈറ്റാണ്. ഇത് കളറിങ്ങൊക്കെ അറിയാം. കുറച്ച് വെള്ളം മഞ്ഞപ്പൊടി നന്നായിട്ട് ഇന്നലെ വെള്ളം ചേർത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മളിപ്പോൾ ഒഴിച്ചത്. ഇനി വീണ്ടും അതിൻ്റെ മേലെ എന്ത് ചെയ്യണം, നമ്മൾ ചോറ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഇപ്പോൾ നമ്മൾ എന്തായി, നമ്മുടെ ഗസ്റ്റുകളൊക്കെ ഒരു വിധമൊക്കെ വന്നത് ഈ റൂം നിറച്ച് നമ്മുടെ ഗസ്റ്റുകളാണ്. ഇത് ഗസ്റ്റുകൾക്ക് കൊണ്ടുവരുന്ന ഒരു സംഗതിയാണ് കൊടുക്കുന്ന ആളെ ഞാൻ. അതെ, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് കണ്ടോ, അടിപൊളിയായിട്ട് ഈ വെള്ളമാണ് നമ്മൾ അവർക്ക് കൊടുത്തിരുന്നത്. അതറിയുന്നുണ്ട്. നിങ്ങളിങ്ങനെയൊക്കെ പറയും, എൻ്റെ സുഹാനൊക്കെ ആകെ കുഴങ്ങി എന്തോ വലിയ പണിയെടുത്ത പോലെ ഇരിക്കുന്നുണ്ട്. അതെ, അങ്ങനെ നമ്മൾ മന്തിയുടെ ദം പൊട്ടിക്കുന്നു. വാവ്, സൂപ്പർ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദം പൊട്ടിക്കുന്ന മന്തി. ഇതിലായിരുന്നു നമ്മൾ ചാർക്കോള് ഇട്ട് വെച്ചിരുന്നത്. നിങ്ങളിപ്പോ ബണ്ടാരിന്റെ മുഖം നിങ്ങളിപ്പോ ഒന്ന് കാണാം. ഇപ്പൊ ഒരു സുന്ദരിയായ ബന്ധാരിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതെ, നേരത്തെ ഇത്ര സൗന്ദര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഒരു ആരോ ഒരു മേക്കപ്പ് ചെയ്ത് സുന്ദരിയാക്കിയിട്ടുണ്ട്. മോഷനിൽ വരാനും ഓക്കെ. അപ്പോൾ ഇതാ സെറ്റായി കൊണ്ടിരിക്കുന്നു മന്തിയുടെ റൈസ്. മഞ്ഞ, ചോപ്പ്, വെള്ള, അതെ, പല പല കളറുകളിൽ അടിപൊളിയായിട്ട് സെറ്റായി. ഒരു വിധമൊക്കെ തരും. ഇവിടെ ഇതാ ഒരു വിധം നമ്മൾ എല്ലാവരും പിന്നെ വന്നിട്ടുണ്ട്. കണ്ടോ, ഈ കണ്ട ആൾക്കാരെല്ലാം ഇവിടെ കൂടി നിൽക്കുകയാണ്. അതുകൊണ്ട് നമ്മൾക്ക് പ്രത്യേകിച്ച് ഒന്നും എടുക്കാനുള്ളൊരു ഗ്യാപ്പില്ല ഇവിടെ കൈസ്. പിന്നെ അതവിടെ സർവിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ സെറ്റായിട്ട് നിരന്ന് നിൽക്കുന്നുണ്ട്. വൈഷ്ണവി എന്താ സെർവ് ചെയ്യാൻ പോണേ? മയോണൈസ് സെർവ് ചെയ്യാൻ പോണത് വൈഷ്ണവിയാണ്. പിന്നെ ഷഹനാഷറിയെ ഹിബ, സോറി ഞാൻ നേരത്തെ പറഞ്ഞു. കണ്ടോ, ഇത് നമ്മുടെ ശൈല കെവി, വെറും ശൈല അല്ല, ടീ ശൈല. ഫാസില ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കൂ, ഒന്നും ഇല്ലാതെ നിൽക്കുന്ന ഫാസിലയാണിത്. ഫാസിലൊക്കെ ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു ചിക്കന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന നമ്മുടെ സ്വന്തം ഫാസില. വെറും പാത്രവുമായിട്ട് നിൽക്കുന്ന നമ്മുടെ മുർഷിദ, ജാഷിറ ഒക്കെ വെയിറ്റിംഗ് ആണ്. സംഭവം അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ജംഷീന ടീച്ചറെ ഫാമിലി വന്നതാണ്. എല്ലാവരും ഉണ്ട്. ജംഷീന ടീച്ചറെ അമ്മ ഉണ്ട്, കുട്ടികളെല്ലാവരും ഉണ്ട്. ഇതൊക്കെ നോക്കിക്ക, ഈ വ്ളോഗൊക്കെ നോക്കിക്ക. അതാണ് മാഷാഅല്ലാ, ഫുൾ കളർഫുൾ അടിപൊളി മന്തിയാണ് ഇപ്പോൾ തയ്യാറാക്കിയത്. ഏതാനും നിമിഷമൊക്കെ നമ്മളത് സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റും. പിന്നെ എല്ലാവരും കഴിക്കും. ഹാപ്പിയാണ്. മാറ്റിട്ടുണ്ട്. ഇത് ഗസ്റ്റിനുള്ളതാ? ആ ഓക്കെ, അങ്ങോട്ട് പോട്ടെട്ടോ.
പീസിന് വേറെ പ്ലേറ്റ് എടുക്ക്. ഞാനും ഉണ്ട് എൻ്റെ കൂടെ. ആ പറ്റേ ആദ്യം ചോറ് വളർത്തിക്കോ. എടി ഒന്ന് മാറിക്കൊടുക്കടി, മാറിക്കൊടുക്ക്. ഓക്കെ, ഇവർ നമ്മുടെ ഗസ്റ്റുകളാണ്, കഴിക്കുന്നുണ്ട്. ഇരിക്കട്ടോ, ഇപ്പൊ കൊണ്ടുവരും. ഇവരുടെ പഴയ ക്യാമ്പിന്റെ ഓർമ്മ പോലെ ഫുള്ളായിട്ട് സുലാല പഴയ ക്യാമ്പ് ഓർമ്മ വരുന്നുണ്ടോ? മിസ് ചെയ്യുന്നു. അതെ, ജംഷിന മിസ്സാണെന്ന് മാത്രം. ഓക്കെ, എല്ലാരും കഴിക്കാൻ വേണ്ടി റൈഹാൻ ടീച്ചർ നിർബന്ധിച്ചോണ്ടിരിക്കുന്നു. ഒരു ഹായ് പറയൂ, ഒരു ഹായ്. ഇപ്പൊന്നും നോക്കൂല. ആ ഓലോട് ഇരിക്കാൻ പറഞ്ഞോ? പറയൂ, നിങ്ങളുടെ ഈ ഒരു നിമിഷത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? കല്യാണം കഴിഞ്ഞ വീട്ടിൽ വരുമ്പോൾ ആ ഒന്നാം സൽക്കാരത്തിന്റെ ഫീലിംഗാണ് വരുന്നത്. ഒന്നാം സൽക്കാരം കഴിയുമ്പോഴേക്കും മാത്രമേ ഉള്ളൂ പറയാനേ. ബ്ലോഗർ കുഞ്ഞമ്മ പേരിട്ടാ അപ്പൊ അതാണ് താങ്കളുടെ ഫീൽ. അതുകൊണ്ടാണ് ഇമ്മാതിരി ഡ്രസ്സൊക്കെ ഇട്ട് വന്നിരിക്കുന്നത് അല്ലേ? ഒരു സൽക്കാരം പാത്രം കണ്ടോ നിങ്ങള്? എല്ലാവരുടെയും സ്റ്റീലായപ്പോ ഞാൻ നോർമലി അതെ കുറച്ച് റിച്ചായി. അല്ലാതെ വേറെ പ്ലേറ്റ് ഇല്ലാത്തതുകൊണ്ടൊന്നും അല്ല കേസ്. നിഷാദ പറ, എങ്ങനെയുണ്ട് നിഷാദ? ഫുഡ് എങ്ങനെയുണ്ട്? ആ വേറെ ഒന്നും പറയാനില്ല കേസ്. 3ാമത്തെ ട്രിപ്പാണ് ഈ തിന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാരും നല്ല ഹാപ്പി ആയിട്ട് ഫുഡ് കഴിക്കുന്നു. ഇങ്ങനെ ഫുഡ് കഴിക്കുമ്പോഴാണല്ലോ ഇത് നമ്മളെ സുന്ദരി മൂസിന. പക്ഷെ തൊള്ള തുറക്കരുത് മാത്രം. തൊള്ള തുറന്നാൽ പിന്നെ ഈ സൗന്ദര്യമൊക്കെ അതേപോലെ പോകും. തൊള്ള തുറക്കരുത് നോക്കും. മരുമോ വന്നോ? വ്ളോഗ് പുരോഗമിക്കുന്ന വ്ളോഗുകളും അടിപൊളി അഭിപ്രായം. ഞങ്ങൾ കഴിച്ചവരോട് കഴിച്ചു കൂട്ടുകാട് ആരെ കഴിച്ച പീസ്